നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ ഗേറ്റിൽ കൂടെയാണ് ഇതിൻ്റെ ഉള്ളിൽ പോയി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മതിലൊക്കെ ഉള്ള സ്ഥലത്തോടെ. അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം പോയത് ഈ വഴിയായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ 3-4 ഗേറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഗേറ്റിന് ഒന്നിനും മതിലില്ല. നമുക്ക് സൈഡിൽ കൂടെ കയറി പോവാം. ഇവരെന്താണാവും ഇനി മതിലൊക്കെ പണിയ 10-20 കൊല്ലം കടായി ഇപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഇതുവരെ മതിൽ പണിത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ്. ഈ പണിത സാധനങ്ങളൊക്കെ കേടായി തുടങ്ങി, നശിച്ചു പോയി തുടങ്ങി വരുന്നത്. തുരുമ്പ് കൂടി സീനായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും മതിൽ പണിതിട്ടില്ലേ. ഇനിയിപ്പോൾ കാശ് കൊടുത്തതിന് ഇതിവിടെ കയറുന്നു. അപ്പുറത്തൂടെ ഒരു കാലൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കാൻ സുഖമായിട്ട് കയറി കൊടുത്തു. ഉള്ളിൽ ഭയങ്കര സെറ്റപ്പാട്ടാ. പക്ഷേ ഇത് കണ്ടോ, ഉള്ളിലേക്ക് ഇത്രയുള്ള സിമ്പിൾ. ഇത് കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കണ്ട മതിൽ പോലും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കാലെടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എത്തി. അത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്പെഷ്യൽ ഇത് കുറച്ചും കൂടി വിസിബിളായിട്ടുള്ളൊരു സ്ഥലം കണ്ട. അത്രയും സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ മതിലില്ലാത്ത സുവോളജിക്കൽ പാർക്ക് പണിത് വെച്ചിട്ടുള്ള സെറ്റ്. കണ്ട, ഇതൊക്കെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ എന്തോ നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കാർ പാർക്കിംഗ് കേട്ടോ, അറ്റം തൊട്ട് അറ്റം വരെ. അവിടെ ഒരു കവാടം പോലെ സെറ്റപ്പ് വേണ്ട. അതിൻ്റെ ഉള്ളിലായിരുന്നു കഴിഞ്ഞാട്ടത്തെ മറ്റേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലായിരുന്നു മറ്റേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പരിപാടി നടത്തുന്ന സ്ഥലം. ഇത് വേണ്ടിരുന്നത് കയറാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതും നമ്മളെ എൻട്രി ഗേറ്റ് കഴിഞ്ഞ് കുറേ ദൂരം വന്നിട്ടാട്ടോ ഈ സ്ഥലം പറ്റും. പിന്നെ ഇങ്ങനൊരു സെറ്റപ്പ്, പിന്നെ അതൊരു ഇതവിടെ കണ്ട കവാടം പോലെ സെറ്റപ്പ്. ഇതൊക്കെ ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ എന്താ അവസ്ഥ നമുക്ക് ഇതൊക്കെ സൂപ്പർ സ്ഥലം കേട്ടോ. അതൊക്കെ എന്തോ വലിയ സെറ്റപ്പ് സംഭവം, ഫുഡ് കോർട്ടാ അങ്ങനത്തെ എന്തോ സംഭവം തോന്നുന്നത് കണ്ടിട്ട്. അടിപൊളി അതിൻ്റെ കേസ്. ഇവിടെ ഷീറ്റാ, പുറത്ത് മറ്റേ ഓലക്കുടിവില് പോലത്തെ സെറ്റപ്പ്. നോക്കട്ടെ, മാൻ്റെ സ്ഥലത്തേക്ക് പോയി നോക്കട്ടെ. കണ്ട ഈ പാലൊക്കെ കേടായി തുടങ്ങി തോന്നുന്നുണ്ട്. ഇവിടെ മാൻ്റെ സ്ഥലം ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ട നൈസ് സ്പോട്ടൊക്കെ കണ്ട നടക്കുന്ന സ്ഥലമൊക്കെ. ഇതൊക്കെ ഞാൻ എന്തോ കിടിലും ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ പോലത്തെ സ്ഥലം. എന്താ അവസ്ഥ എന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. കണ്ട ഇതെന്തിട്ടാന്ന് നോക്കട്ടെ. അതൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തോ ഇനി ചിലപ്പോൾ അത് പണി ഫുള്ളായിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ഉണ്ടായിരിക്കും. ഗൈസ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. മാൻ്റെ സ്ഥലം, മാനോള് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. നോക്കാം, ഉള്ളിൽ കയറി പോണ്ടി വരും. അവിടെ കണ്ട അത് ശരിക്കും ബാക്കിൽ കാണുന്നത് ശരിക്കുള്ള കാടാട്ടാ, ഒറിജിനൽ കാടാത്. ഞാൻ കഴിഞ്ഞ വട്ടം പുലിനെ കാണാൻ അടിയിലത്തെ റൂട്ടിൽ കൂടെ അങ്ങോട്ട് കുറേ ദൂരം നടന്നിട്ട് പോയി. പക്ഷേ ഇതിൽ കൂടെ ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിലൂടെ നടന്നാൽ സിമ്പിളായിട്ട് എത്തും. നോക്കാം. രാവിലെ മഴകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വഴി. ഞാൻ പോകുന്ന വഴി കണ്ടോട്ടാ. ഇതാണ് ഞാൻ പോണ വഴി. മാൻ്റെ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന്. പോയി നോക്കട്ടെ. ഇവിടെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. പോയി നോക്കണം. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി നോക്കട്ടെ ഞാൻ. ശരിയപ്പോക്ക് ഇതൊക്കെ എന്തോ കൂടാട്ടാ, എന്ത് സെറ്റപ്പ് കൂടാ. അടിപൊളി സ്ഥലം. കഴിഞ്ഞോട്ടെ ഞാൻ പുലിനെ കാണാൻ പോയിട്ട് പേടിച്ചിട്ട് തൂറിയ സ്ഥലം എവിടെയാണ് ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക്, വേറെ ആരും ഇല്ലല്ലേ. അവിടെ കുറച്ചങ്ങോട്ട് പോയിട്ടാണ് പുലിയുടെ സ്ഥലം. ഇതാന്ന് തോന്നുന്നുണ്ട് മാൻ്റെ സ്ഥലം.
ഒരു മണം വരുന്നുണ്ട്, മാൻ്റെ മണം. നോക്കട്ടെ. അങ്ങനെ ഞാൻ മാൻ്റെ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് എന്നെ നോക്കി നിൽക്കണണ്ട. മാനല്ലേ, മ്ലാവല്ലേ ഇത്? മ്ലാവാണ് ഗൈസ്, മാനല്ല. മ്ലാവുകളും ഇവിടെ എടുക്കുന്നുണ്ട് സെറ്റ്. ഞാൻ കഴിഞ്ഞ വട്ടം പുലിയുടെ അവിടെ എത്തിയിട്ട് പേടിച്ചതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇതാണ് ഗൈസ്. ഈ സൈഡ് ശരിക്കുള്ള കാടാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് പുലി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായി, ഞാൻ വട്ടത്തിൽ ഇല്ല അതാണ്. പിന്നെ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പുലിയുടെ കൂടിൻ്റെ ഭാഗത്തുള്ള കുറച്ച് കൂടുകളൊക്കെ തുറന്നൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ വഴി കഴിഞ്ഞ് പുലി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായി? അപ്പം ഞാൻ ആലോചിച്ച് ഈ മതിലിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെടാമെന്ന്. അപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ചത്, ഞാൻ കാരണമായിട്ട് മുമ്പ് പുലി അതിൻ്റെ മുകളിൽ കയറിയിട്ട് തന്നെ സെറ്റ് എന്ന് പറയും. അപ്പോൾ അതിലും ഭേദം ഇവിടെ നിന്ന് നിൽക്കുക. ഇവിടെ എത്തിയപ്പോൾ സാധനത്തിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടോ എൻ്റെ അമ്മേ. ഞാൻ മാത്രം, ഇപ്പോഴും ഞാൻ മാത്രമുള്ള കേട്ടോ ഈ സ്ഥലത്ത്. എവിടെയും വേറെ ആരും ഇല്ല, ഞാൻ മാത്രം. പേടിക്കാൻ വേറെ വലുതും വേണം. ഒറ്റയ്ക്ക് ആയതുകൊണ്ടാ. ആരെങ്കിലുമൊക്കെ കൂട്ടിനുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര പേടിയില്ല. മ്ലാവിൻ്റെ സ്ഥലം ഇതെന്ത് പിന്നെയുള്ള എന്തെങ്കിലുമാണോ? ഇവിടുത്തെ വഴിയൊക്കെ പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം തന്നെ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം നടന്ന് വശക്കേടായി എന്നുള്ളത്. ഓ, ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. നോക്കി നോക്കാം. ഇവിടെ ഒന്നും കാണാനില്ല ചേട്ടാ. മ്ലാവിനെ മാത്രം കാണാൻ പറ്റുമോ? ഇനി കഴിഞ്ഞ വട്ടം ഞാൻ ഷോർട്സിൽ മാത്രം പുലിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള സ്ഥലം. അപ്പോൾ എന്തൊക്കെയായാലും ഈ വട്ടം നമുക്ക് ഈ ഫുൾ ലെങ്ത് വീഡിയോയിൽ പുലിയല്ല, സിംഹമല്ല, കടുവേനെ കാണിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. എഗിരില്ല ഇടയിൽ ഒരു ചെറിയൊരു നേല് പോലെ കാണാമെന്നല്ലാണ്ട് വേറെ കാണാൻ പറ്റില്ല. ഒക്കെ പുറത്തിട്ട് കുറച്ച് ഇത് രണ്ട് ഡേക്കൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റിയത് ഇപ്പോഴാണെന്നൊക്കെ. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ ജാതി മറ്റേ തൊഴുത്തിൻ്റെ ഈ ഭാഗത്ത് എത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പശുവിൻ്റെ തൊഴുത്തൊക്കെ എത്തുമ്പോൾ ഒരു മണം പറ്റില്ലേ, ആ ഒരു മണമാണ് ഈ ഭാഗത്തൊക്കെ. മ്ലാവിൻ്റെ കൂണ്ട് ഭാഗത്ത് രാവിലെയൊക്കെ പുറത്ത് ഇറക്കി ഇങ്ങനെ അവിടെ ആ സൈഡിൽ ഇറക്കി വിടുന്ന പറഞ്ഞേ. അപ്പുറത്തെ സൈഡിൽ ഇറക്കി വിടാറുണ്ട് ഇവര്. അപ്പുറത്തെ സൈഡിൽ കിടന്ന് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ നേരം ആയതുകൊണ്ട് ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണെന്ന് അറിയില്ല, നോക്കേണ്ടി വരും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൂടൊക്കെ തുറന്ന് കിടക്കേണ്ടത്. കണ്ട കൂട് തുറന്ന് കിടക്കുന്നത്, അതൊക്കെ കടയുടെ ഉള്ളിലേക്ക് കൂട് തുറന്ന് കിടക്കുന്നത്. ആ കൂടൊക്കെ തുറന്ന് മീൻ കൂടൊക്കെ തുറന്ന് കിടക്കുന്നത്. ഇതിൻ്റെ ഇല്ലേ ഇതിൻ്റെ ഉള്ളിലാണ് പുലിയുള്ളത്. അവിടെ ആയിട്ടാണ് രണ്ട് കടുവകളുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് പുലിയെന്ന് അന്ന് ആ ചേട്ടൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. കടുവ പുലാത്തണ അതിൻ്റെ ഉള്ളിൽ കണ്ട കണ്ട കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ വട്ടം നമുക്ക് കിടക്കായിരുന്നു. അത് കടുവേര് കൂട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും എന്തൊക്കെയോ വഴികളുണ്ട്, അങ്ങോട്ടൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നെ തുറക്കണ സമയത്ത് 28-ാം തീയതി പോവാം. ആണല്ലേ, അല്ലെങ്കിൽ ഞാൻ മുഞ്ചു. അങ്ങനെ ഞാൻ ചന്ദൂനിയും ഹേമൂനിയും കണ്ടിരിക്കണ കേസ്. നല്ല പേര് എന്തൊക്കെയായാലും. വേറെ ഏതൊരു പെണ്ണ് കടുവയും കൂടി ഉണ്ട്, അത് അപ്പുറത്താന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഏകദേശം തണ്ടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ ഇത്രയും അധികം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തേണ്ടി നടന്നിട്ടും എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം സ്ഥലം പോലും കവർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ ചെന്നാലും കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ടാസ്ക്കാണ് ഗൈസ്. അത്രയധികം സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ അത് മുഴുവൻ
കവർ ചെയ്ത് വരുമ്പോഴെങ്കിൽ ഒരു കഴിഞ്ഞ വീഡിയോ തന്നെ ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ പോലും എനിക്ക് അതിന് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. മനസ്സിലായേ? അപ്പോൾ അങ്ങനെ ഞാനിത് മുഴുവൻ നടക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഞാനതൊരു പോഡ്കാസ്റ്റായിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു 2-3 മണിക്കൂർ നേരത്തേക്കുള്ള വീഡിയോ ആക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ പക്ഷികളുടെ സ്ഥലം, അതാണ് കൈസ് അടിയിൽ കാണുന്നത്. അവിടെ പക്ഷി ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, കണ്ടത്? അതാണ് മറ്റേ പക്ഷികളുടെ സ്ഥലം. അതിൻ്റെ മുകളിൽ കൂടെയുള്ള ഏതോ വഴി കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനിനെ കാണാം, മ്ലാവിനെ കണ്ടു. ഇനിയിപ്പം പുള്ളിമാനിനെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. നോക്കട്ടെ. ഞാനിവിടെ എത്തിയപ്പോഴേ ചെറിയൊരു കടുവേര പോലത്തെ എന്ത് ഒരു സൗണ്ട്. അതവിടെ കാട കണ്ട, മുട്ട കാട. ഞാൻ മാത്രമല്ല ഇവിടെ, പരിസരത്ത് ആരും ഇല്ല. പുലി മട്ടത്തിൽ മൂഞ്ചിന്. അതൊക്കെ ഇതൊക്കെ ശരിക്കുള്ള മൂട്ടിക്ക് കാടാ. ഇത് ഇവിടേക്ക് എത്തി. ഇവിടേക്കല്ല, തിരിച്ചു പോകാം. തിരിച്ചു പോട്ടെ ഗൈസ്. വേഗം പോകാൻ പറ്റുമെന്ന് കേട്ടോ ഞാൻ. ശരിയപ്പോൾ ഇപ്പോൾ സമയം 4:27. ബിഗ് ബോസ് ഉണരുക. പണ്ടാർ. അയ്യോ, കുറച്ച് നേരം ഇരിക്കട്ടെ ഗൈസ്. കാഭാകാൻ പോലും നടന്നില്ല അപ്പോഴേക്കും ഇങ്ങനെ ആയിട്ടാ. അപ്പം മ്ലാവിനെ കണ്ടു, പുലീനെ കടുവേനെ, പുലിയുടെ കൂട് കണ്ടു. പുലീനെ കാണാൻ പറ്റിയില്ലേ. പെണ്ണുകട അപ്പുറത്ത് എടുക്കണ്ടെന്നൊന്നും അതിനെ കാണാൻ പറ്റിയില്ല. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ബൈ. ഇതൊക്കെ ഇത് ഇങ്ങനെയാണ് വരും, ഓപ്പണായിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇവിടെ ഫെൻസിങ് കണ്ട, ഇങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് എല്ലാ ജീവികളും ഇവിടെ ഇങ്ങനെ കാണാം. കണ്ട, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ ഒരു സ്ഥലം ഈ സൈറ്റിൽ. അങ്ങനത്തെ കിടില സ്ഥലങ്ങൾ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ ഒരു സാധനം ഞാൻ കാണിച്ചിട്ടെ. മറ്റേ വീഗാലാൻഡിൽ നമ്മളിങ്ങനെ ഒഴുകി പോവില്ലേ, ഒഴുകി പോണ പോലത്തെ ഒരു സാധനം എവിടെയുണ്ട്, അത് കാണിച്ചിട്ട്. അത് നൈസാട്ടാ. ഇനി പുലികൾക്ക് സിംഹത്തിനൊക്കെ ഒഴുകി നടക്കാൻ വേണ്ടിയിട്ടാണ് അത് പണിതിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ലേ. അതെന്തിനാണോ? ഒരു വെള്ളച്ചാട്ടം എക്സ്പീരിയൻസ് ചെയ്യാനായിരിക്കില്ലേ. നിങ്ങൾക്ക് കണ്ടിട്ട് അത് എന്തിട്ട് തോന്നണമെന്ന് വെച്ചാൽ നിങ്ങളത് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. അതേ വാച്ച് ടവർ അടുത്തത്, ഇങ്ങനത്തെ 2-3 വാച്ച് ടവർ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതേ കൂടൊക്കെ തുറന്നു എടുക്കണേ, പുല്ലിയൊക്കെ പുറത്തേക്ക് വരും. മനസ്സിലായി. അത് ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കണം, ഒറ്റയ്ക്കണേ. കണ്ട ആരും ഈ അടുത്തൊന്നുമില്ല. എന്തൊക്കെയായിരുന്നു നോക്കട്ടെ, ആ സ്ഥലത്തിട്ട് കാണിച്ചുതരാം. അവിടെ അറ്റത്തൊരു കൂട് കണ്ട, അവിടെ കാണുന്ന ആ കൂട്ടിലാണ് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഒറിജിനൽ കാട്ടുപോത്ത്, മറ്റേ മിഥുൻ എന്ന് പറഞ്ഞ സാധനമല്ല കേട്ടോ, കാട്ടുപോത്ത്, ഒറിജിനൽ കാട്ടുപോത്തിനെ കണ്ടത് ആ കൂട്ടിൽ. അത് അടിയിൽ കുറേ ദൂരം നടക്കേണ്ടതുണ്ട്, ആ അടി കൂടെ നടക്കണം. ഇനി നമുക്ക് വണ്ടർലാൻഡ് അവിടെ എത്തിയിട്ട് കാണാം. ഇത് അടുത്തത് വാച്ച് ടവർ. അവിടെ നിൽക്കാതെ താമസിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. കണ്ട് കിട്ടില്ല സ്ഥലം, അടിപൊളി സ്ഥലം. നോക്കട്ടെ അടുത്ത സ്ഥലത്തെട്ടെ. സെറ്റപ്പ് സാധനം ഏട്ടാ, സെറ്റപ്പ് ഏട്ടാ, എന്താ അടിപൊളി സെറ്റപ്പാ. നല്ല രസമാണ് കാണാനായിട്ട് എല്ലാ സ്ഥലം. അതൊക്കെ കണ്ട അടിപൊളി. അപ്പോൾ അടുത്ത സ്ഥലത്തെത്തിട്ട് അതിന് ഞാൻ പറഞ്ഞത് ഒഴുകണ സ്ഥലം, ഒഴുകണ സ്ഥലത്തി കേസ്. ഒഴുകണ സ്ഥലം നൈസാ. ഇതുപോലത്തെ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കുറേ ആളുണ്ട്. അടുത്ത വാച്ചടവർ പുലികളുടെ മറ്റേ സ്ഥലം, ഒഴുകണ സ്ഥലം. ഞാൻ പറഞ്ഞില്ലേ ഒഴുകണ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് കുളത്തിലേക്ക് ചാടും പുലി, സിംഹം, കടുവയൊക്കെ, മാനുകളൊക്കെ. അതൊക്കെ തുറന്നിട്ടുണ്ട് കണ്ടോ.
ഗേറ്റൊക്കെ തുറന്നിട്ടൊക്കെ അത് പേടി. ഇവിടെ ഞാൻ ഇതിലുണ്ടൊരു സാധനത്തിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് എനിക്ക് ഈ കടുവയുടെ സൗണ്ട് കിട്ടിയത്. അതാണ് എനിക്ക് ഇത്ര പേടി. ഇല്ലെങ്കിൽ എനിക്ക് പേടിയില്ല, പുല്ല് പോലെ നടക്കുന്നത് ഇങ്ങനെ നടക്കും ഞാനിവിടെ ഇവിടുത്തെ രാജാവ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഒരു ധൈര്യമില്ല ഗൈസ്. ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യത്തിന്. അത് മേടിച്ച് വെച്ചിട്ട് മറ്റേ മാറാല പിടിച്ചുകൊണ്ട് അതിൽ കാണണ്ട മേടിച്ചിട്ട് കുറേ നാളായില്ലേ. ഇതിപ്പോൾ ഒരു 10-15 വട്ടെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞ് അത് സംഭവമൊക്കെ കഴിഞ്ഞല്ലേ. അതാണ് നോക്കാം. ഇനി അപ്പുറ സ്ഥലത്തെത്തിയിട്ട് കാണാം. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ആകെ കാട് പിടിച്ചിട്ടാണ് കിടന്നത്. ഇപ്പോൾ ഒരു വെട്ടി സെറ്റാക്കി സാധനം തൂങ്ങിയെടുക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. കാട് പിടിച്ച് കിടക്കണമൊക്കെ വെട്ടി സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ വരുന്ന 28-ാം തീയതി, അതായത് ഒക്ടോബർ 28-ാം തീയതി ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതായത് അതിന് ശേഷം എല്ലാവർക്കും വരാം. എന്ന് സംഭവം എന്തേ ഉദ്ഘാടനം ആകുമ്പോഴേക്കും ഓട്ടയൊക്കെ വന്നു തുടങ്ങി പാലത്തിന്. കുഴിഞ്ഞു ഞാൻ കാല് വെച്ചപ്പോൾ മതി ഇവിടെ കുഴിഞ്ഞു പോയി പണ്ടാറടങ്ങിയിട്ട്. ഇപ്പം തന്നെ നേരെ മറ്റേ ഇതാക്കാൻ അല്ല് പോയി കുത്തിയിരുന്നു തന്നെ ഞാൻ. അതൊക്കെ പൊട്ടി തുടങ്ങിയല്ലോ. എന്ത് കഷ്ടം നോക്കി. സീൻ മറ്റേ സ്ഥലം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. വീടൊക്കെ ഇതേമാതിരി സെറ്റിൽ പണിയേണ്ട ഒരു സെറ്റപ്പാക്കി കിട്ടില്ലായിരിക്കും എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി സ്ഥലം. ഞാനിത് വേറെ സ്ഥലത്തൂടെ പോയപ്പോൾ വേറൊരു മറ്റേ വാച്ച് ടവർ പോലെ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പുറത്ത് ചില്ലൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാലും പണി മൊത്തത്തിലൊന്ന് സെറ്റായിട്ടില്ല. നല്ല രസം. ഇവിടേക്ക് സിംഹമൊക്കെ വന്ന് ഇടുന്ന സുഖമായിരിക്കുകയാണ്. അടിപൊളി നല്ല രസം. എന്തൊക്കെയാലും കാണാൻ ഓരോ രാജ്യങ്ങളിലുള്ള സെറ്റപ്പാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഗൈസ്. പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. അവിടെ നിന്ന് കടുവ നമ്മൾ ചാടി വന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോകാണ്ടിരിക്കാൻ നടുവിൽ അവിടെ ട്രഞ്ചൊക്കെ കുഴിച്ചിട്ടുണ്ട്. സെറ്റപ്പ് സ്ഥലം. അപ്പുറത്തുണ്ട് വാച്ച് ടവർ സെറ്റപ്പ്. ഇതിപ്പോൾ എന്തോ എൻ്റെ ഉള്ളിലേക്കുള്ള വഴി ഇത് വേറെ അടിക്കാണ്ട് എത്തണം. എന്താണ് അവസ്ഥ നോക്കാം ഇവിടേക്ക് എത്താന്ന്. അപ്പോൾ ഈ വീഡിയോ ലെങ്ത്ത് കൂടി എന്നോട് ക്ഷമിക്കണം. ഇത് അടുത്ത വാച്ച് ടവർ സെറ്റപ്പ്. അടിപൊളി സ്ഥലം. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വാച്ച് ടവർ സെറ്റപ്പ്. കുറേ സെറ്റപ്പായി ഇപ്പോൾ. കാടിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ട് നടത്താം. എന്താ ഇതിവിടെ പോയാൽ മറ്റേ പാലത്തിൻ്റെ അവിടേക്ക് എത്തും. പാലം ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലത്തെ സെറ്റപ്പ്. ഹാങ്ങിങ് ബ്രിഡ്ജല്ല, വാക്ക് വേ. അത് നല്ല രസം കാണാനായിട്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമല്ലേ. ഇത് തുറന്നു കഴിഞ്ഞാൽ കമ്മിതാക്കളുടെ ഒരു വിഹാര കേന്ദ്രമായിരിക്കും. കല്യാണ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു വിഹാര കേന്ദ്രമായിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളുടെയും വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു വിഹാര കേന്ദ്രമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അത്രയും സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഉണ്ടോ നടക്കണം. ഒരു കുളത്തിൻ്റെ സെറ്റപ്പാണ്. പക്ഷേ അതിൽ വെള്ളമൊന്നുമില്ല. സെറ്റ് ഉണ്ടോ. ഇത് ഇവിടെയൊക്കെ സൈഡിലൊക്കെ നിന്നിട്ട് കിടിലെ ഫോട്ടോസ് എടുക്കും. അവിടെ ആ ഗുഹയൊക്കെ കണ്ട അത് സെറ്റ്. അടിപൊളി സ്ഥലം. പിരിച്ചു. ഇതാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇതാണ് മാനുകളുടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വരുന്ന ഒരു സ്പോട്ട്. അതിൻ്റെ ഉള്ളിൽ അവിടെ കണ്ട ആണ് മ്ലാവോള് താമസിക്കുന്ന സ്ഥലം. ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് ട്രഞ്ച് ചാടി അങ്ങോട്ട് കിടക്കാണ്ടിരിക്കുക. സെറ്റായിട്ട്
അടിപൊളി സ്ഥലം. ഞാൻ നടന്നു നോക്കട്ടെ, എന്തിന് വെറൈറ്റി സാധനം കാണാൻ പറ്റുമോ. ഇതേ വീണ്ടും ഒരു വാച്ച് ടവർ സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി മുടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാൾ ഒളിവിന് വന്ന് നിന്നാലേ കണ്ടുപിടിക്കാൻ കുറേ സമയം എടുക്കും. മാൻകുട്ടി കണ്ട, അങ്ങനെ ഒരു മാനിനെ കണ്ടു ഗായ്സ്. കുറേ നടന്നുണ്ട്, കാലില്ലേ ഊപ്പാട് വന്നു. അതെന്തൊരു ചെടി, ചെടീൻ്റെ കുറേ നടന്നു. ഊപ്പാട് വന്നിട്ടാണ് ഒരു മാനിനെ ഒരെണ്ണത്തിനെ കണ്ടു കേട്ടോ. അത്രയും ടാസ്ക് പിടിച്ചത് ഇത്. അതാ പറഞ്ഞേ, ഇതിൻ്റെ ഉള്ളിൽ മാനിനെ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണില്ലേ. അപ്പോൾ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഒളിവിലിരുന്ന് എന്തായിരിക്കും അവസ്ഥ? ആളിനെ ഇന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ. ഈ അടുത്ത കാലത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ, ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ അത് അങ്ങനെ അതിനെയും കണ്ടു. അതിൻ്റെ ഉള്ളിൽ മാനുമ്മളാവൊക്കെ ഉണ്ട് കേട്ടോ, ഒരുമിച്ചാണുള്ളവർ. അല്ല മാനിനി അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട് കേട്ടോ, കാടിൻ്റെ ഉള്ളിൽ 2-3 എണ്ണുണ്ട്. കണ്ട, കാണാണ്ടോന്നറിയില്ല. അടച്ചുള്ളതിൽ ഒളിച്ചിരിക്കേണ്ടവരൊന്ന്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ചള്ളയിൽ ഒളിച്ചിരിക്കുന്നതൊക്കെ. ഇതാണ് മാൻ. ബാക്കിയുള്ള നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ട് മറ്റേ അയ്യോ മ്ലാവ്. ഇനി കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഇനി എൻ്റെ ഡെഡ് ബോഡി ഇവിടെ കിടക്കേണ്ടി വരും. ഞാൻ ഇവിടെ പായെന്ന് നൊരയും പത്തേക്ക് വന്നിട്ട് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഇതിൽ തന്നെ ഞാൻ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കാണിക്കണുള്ളൂ. അതിന് ഞാൻ വന്നിട്ടുള്ള ജീവികളെ മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് വരാത്തന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ മയിലൊക്കെ അപ്പുറത്ത് ഞാൻ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ കാണിച്ചേ. മരിച്ചു മരിച്ചു. ഇങ്ങനെ എവിടേക്ക് എത്തുക, ഏതൊക്കെ വഴി എങ്ങനെയൊക്കെ പോകണമെന്ന് ആർക്കും ഒരു പിടുത്തല്ലേ. മനസ്സിലായി? മയ്യാണ് വഴി. അപ്പം ശരി ഗൈസ്, ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. സ്കൂട്ടർ എടുക്കട്ടെ. ഞാൻ സ്കൂട്ടർ അവിടെ ആ സാധനത്തിൻ്റെ ഉള്ളിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ പോയി എടുക്കട്ടെ. സ്കൂട്ടറിൽ ഇവിടെ വരെ വന്നില്ലെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി ഈ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടിയിരുന്നു നിങ്ങൾ. മനസ്സിലായി? ആണ് ഞാൻ സ്കൂട്ടർ എടുത്ത് വന്നത്. കഴിഞ്ഞ വട്ടം നടത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കണ പരിപാടിയില്ല. ഞാനേ ഒരു ടൈം ലാപ്സ് വയ്ക്കും. ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോണത്. അല്ലെങ്കിൽ കുറേ ഭയങ്കര ലെങ്താവും കൂടി സെറ്റ് ചെയ്ത് കാണിച്ചത്.